എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 10 ശ്ലോകം 20, 21, 22, 23, 24, 25. നാരദ മഹർഷി ആയമുള്ള അർജുനന്മാരെ ശപിക്കാനായിട്ട് പുറപ്പെടുന്നു. അവരുടെ ശാപം അത് അവർക്കൊരു അനുഗ്രഹമായിട്ട് മാറണം. അതിനു വേണ്ടിയിട്ടാണ്. ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു ദുഷ്പ്രവൃത്തികൾ ചെയ്യാൻ അവർക്ക് ഇടവരരുത്. അവരെ അനുഗ്രഹിക്കാൻ തന്നെയായിട്ടാണ് ഭഗവാന്റെ വ്രജത്തിൽ തന്നെ 2 മരങ്ങളായിട്ട് നിൽക്കാൻ പോട്ടെ എന്നാണ് ശപിക്കുന്നത്. 3 ശ്ലോകങ്ങളിൽ കൂടിയാണ് അത് പറയുന്നത്. 3 ശ്ലോകങ്ങളുടെ അർത്ഥം ഒന്നിച്ചു പറയുന്നു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 20, 21, 22. യദിമൗ ലോകപാലസ്യ പുത്രൗ ഭൂത്വാ തമപ്ലുതൗ ന വിവാസ സമാത്മാനം വിജാനീത സുദുർമദൗ അതോർഹതസ്ഥാവരതാം സ്യാതാം നൈവം യഥാ പുനഃ സ്മൃതി സ്യാൽ മൽപ്രസാദേന തത്രാപി മദനുഗ്രഹാൽ. വാസുദേവസ്യ സാന്നിധ്യം ലബ്ധ്വാ ദിവ്യശരച്ഛതേ വൃത്തേ സ്വർലോകതാം ഭൂയോ ലബ്ധഭക്തി അഭിഷ്യത. ഈ ലോകപാലനായ കുബേരന്റെ പുത്രന്മാരായ ഈ നളകൂബരനും മടിഗ്രീവനും അജ്ഞാനത്തില് മുങ്ങിയവരായിട്ട് തങ്ങള് വസ്ത്രരഹിതന്മാരായിരിക്കുന്ന അവസ്ഥയും കൂടി അറിയാത്ത വിധം ആ ദുർമതം അത്ര അഹങ്കാരത്തോടു കൂടിയിട്ടുള്ള ആ പ്രവൃത്തി ചെയ്ത സ്ഥിതിക്ക് ഇനി ഇവർക്ക് ഇങ്ങനെ ഒരു ദുരഹങ്കാരം വരാതിരിക്കാൻ ഒരു ശാപം ഇവർക്ക് കൊടുക്കണം. അതാണ് നാരദ മഹർഷി വിചാരിച്ചത്. അത്യന്ത നിന്ദിതേ ദോഷേ ജന്തുസ്ഥാവരതാം വ്രജേത്. ഏറ്റവും നിന്ദിക്കപ്പെടുവാൻ യോഗ്യങ്ങളായ ദോഷങ്ങൾ ചെയ്യുന്ന പ്രാണി അങ്ങനെയുള്ളവരാണ് അത്ര സ്ഥാവരമായിട്ട് ഭവിക്കുന്നത്. അങ്ങനെ അനങ്ങാതെ നിൽക്കുക, അതാണ് സ്ഥാവരം എന്ന് പറയുന്നത്. മരങ്ങളൊക്കെ അങ്ങനെയാണല്ലോ, അനങ്ങാതെ നിൽക്കാനല്ലേ പറ്റുള്ളൂ. അങ്ങനെയുള്ള നിയമം അനുസരിച്ച് ഇവര് വൃക്ഷങ്ങളായിട്ട് ഭവിക്കട്ടെ എന്നങ്ങോട്ട് ശപിച്ചു. അപ്പൊ പിന്നെ ഇനി ഇങ്ങനെയുള്ള ദുഷ്പ്രവൃത്തികൾ ചെയ്യാൻ ഇടവരില്ലല്ലോ. വൃക്ഷങ്ങളാണ് ശരിക്ക് ബോധമൊന്നും ഉണ്ടാവില്ല അല്ലെ. പക്ഷേ ഇവർക്ക് എന്ത് തെറ്റ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ വൃക്ഷങ്ങളായിട്ട് ഭവിച്ചതെന്നുള്ള ആ ബോധം അവർക്ക് വൃക്ഷങ്ങളായപ്പോഴും എന്റെ അനുഗ്രഹം കൊണ്ട് അതുണ്ടാവുമെന്ന് നാരദ മഹർഷി അങ്ങനെ ഒരു അനുഗ്രഹം കൂടി കൊടുത്തു. അങ്ങനെ 100 ദേവസംവത്സരം കഴിയുമ്പോൾ, 100 ദേവസംവത്സരം എന്ന് പറയുമ്പോൾ 100 സംവത്സരമല്ല, അതിനേക്കാളും അധികം കഴിയുമ്പോൾ വസുദേവപുത്രനായ അവതരിച്ച ശ്രീകൃഷ്ണ ഭഗവാൻ ഇവരുടെ സമീപത്തിൽ വരും. അപ്പോ ഈ വൃക്ഷാവസ്ഥയിൽ നിന്ന് മുക്തരായിട്ട് ദേവന്മാരായിട്ട് ഭവിക്കും നിങ്ങൾ. ആ കാലം മുതൽക്ക് ഭഗവാങ്കല് ഭക്തിയും ഇവർക്ക് ഉണ്ടാവട്ടെ എന്ന് അതും ഒരു അനുഗ്രഹം, ശാപമോക്ഷവും കൂടി നാരദ മഹർഷി കൊടുത്തു. ശ്രീശുക ഉവാച ഏവമുക്ത്വാ സദേവർഷി ഗതോ നാരായണാശ്രമം നളകൂപരമണിഗ്രീവൗ ആസദുർയമളാർജുനൗ. ഇങ്ങനെ ശാപത്തെയും അതിന്റെ ആ മോചനകാലത്തെയും പറഞ്ഞ ശേഷം നാരദ മഹർഷി ശ്രീനാരായണ മഹർഷി തപസ് ചെയ്യുന്ന ആശ്രമത്തിലേക്ക് പോയി. അങ്ങനെ നളകൂപരനും മണിഗ്രീവനും വ്രജത്തിലെ ഒരു സ്ഥലത്ത് ഒരേ സമയത്ത് ഉത്ഭവിച്ച 2 മരുതുമരങ്ങളായിട്ട് അങ്ങോട്ട് നിന്നു. ഋഷേർ ഭാഗവത മുഖ്യസ്യ സത്യം കർത്തും വചോഹരി ജഗാമശനഗൈ തത്ര യത്രാസ്താം യമളാർജുനവും. അപ്പൊ രാജാവ് എന്തുകൊണ്ടാ ശപിച്ചെന്ന് ചോദിച്ചല്ലോ. അതിന്റെ കാരണം പറഞ്ഞു. എന്നിട്ട് ഇതാ പറയാണ്. അപ്പൊ നമ്മുടെ ഉണ്ണിക്കണ്ണൻ അങ്ങനെ ഒരലുമ്മല് കെട്ടിയിട്ടിട്ട് നിൽക്കല്ലേ ദാമോദരനായിട്ട്. അപ്പൊ ഭഗവത് ഭക്തന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന ശ്രീനാരദ മഹർഷി പറഞ്ഞ വാക്ക് യഥാർത്ഥമാക്കി തീർക്കാൻ ഭഗവാൻ ശ്രീഹരി ആ യമളാർജുന വൃക്ഷങ്ങൾ നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് ഒരലും വലിച്ചുകൊണ്ട് അങ്ങനെ മെല്ലെ മെല്ലെ പോയി. അപ്പൊ ശബ്ദം വളരെ ഉറക്കെയായ അമ്മ അറിയില്ലേ, കേക്കില്ലേ. അമ്മ അറിഞ്ഞെങ്ങാനും വന്നെങ്കിലും വിചാരിച്ചിട്ട് പതുക്കെയാണെന്ന് ഒരലും വലിച്ചുകൊണ്ട് പോയത്. ശനകൈ എന്ന് പറയുന്നത് അതാണ്. മെല്ലെ മെല്ലെ. ദേവർഷിന്മേ പ്രിയതമോ
യതി ബൗധനദാത്മജൗ തത്തഥാ സാധയിഷ്യാമി യദ്ഗീതം തന്മഹാത്മനാ. അവിടെ പോണ വഴിക്ക് ഭഗവാന്റെ വിചാരം എങ്ങനെയായിരുന്നു എന്ന് പറയാണ്. ശ്രീനാരദ മഹർഷി എന്റെ ഉത്തമ ഭക്തനാണ്, അതുകൊണ്ട് എനിക്ക് ഏറ്റവും പ്രിയനുമാണ്. ഇവര് രണ്ടുപേരോ ആ ദിക്പതിയായ കുബേരന്റെ പുത്രന്മാര്, സ്വർഗലോകത്തിൽ ഇരിക്കേണ്ടവരെ അവര്, അത്ര യോഗ്യതയുണ്ട്. അവരിങ്ങനെ വൃക്ഷങ്ങളായിട്ട് നിൽക്കുന്നത് കഷ്ടം തന്നെയാണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഭക്തനായ നാരദ മഹർഷി ഇവരിലെ അനുഗ്രഹ ബുദ്ധിയോടെ എന്റെ സന്ദർശനം, ഇവരുടെ ശാപം അവസാനിക്കുന്ന ആ സമയമായിട്ട് നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ശ്രീകൃഷ്ണ ഭഗവാൻ വന്നാൽ മോക്ഷം കിട്ടും നിങ്ങൾക്ക്, നിങ്ങളെ ദർശിച്ചാൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ സമയമായി, അതുകൊണ്ട് ആ കാര്യസാധ്യത്തിനായിട്ട് ഇപ്പോ അവരുടെ സമീപത്തേക്ക് പോവുകയാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണെന്ന് ഭഗവാൻ പോയത്. അപ്പൊ ഈ മഹാന്മാര് പറഞ്ഞ വാക്കിന് വിപരീതം സംഭവിച്ച ലോകത്തില് ഇങ്ങനെ ഈ മഹത്തുക്കളെ കുറിച്ചുള്ള വിശ്വാസവും ഭക്തിയൊക്കെ ഇല്ലാണ്ടാവും ആളുകൾക്ക്, അല്ലെ? അത് ലോകഹിതല്ല. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ തന്റെ ഭക്തന്റെ വാക്യം യഥാർത്ഥമാക്കി ചെയ്ത് ലോകത്തിലെ മഹത്തുക്കളെ കുറിച്ചുള്ള ഭക്തി നിലനിർത്താൻ വേണ്ടി പുറപ്പെട്ടു. ഭക്തന്റെ വാക്ക് സത്യമാക്കണം, അത് എപ്പോഴും ഭഗവാൻ ചെയ്തിട്ടുണ്ട്. അതാണ്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.